എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സിമ്പിൾ ബോട്ടിൽ ക്രാഫ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബേസ് കോട്ടായിട്ട് ബ്ലാക്ക് അക്രിലിക് കളർ അടിച്ചു കൊടുക്കുകയാണ്. ബ്ലാക്ക് കളർ തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല, വേറെ ഏത് കളർ വേണമെങ്കിലും എടുക്കാം. കാരണം നമ്മൾ പിന്നീട് ഈ കളർ പുറത്ത് കാണുന്നതല്ല. ഇത് അരിച്ച് വൃത്തിയാക്കിയെടുത്ത മണലാണ്. ബോട്ടിലെ പെയിന്റ് എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിന് മുകളിലേക്ക് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫെവിക്കോൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ഭാഗം കംപ്ലീറ്റ് കവർ ചെയ്തെടുത്തിരിക്കണം. ഇനി ആ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത ഭാഗത്തേക്ക് മണൽ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. ഗ്ലൂ ഉള്ളത് കൊണ്ട് അത് കറക്റ്റായിട്ട് അങ്ങ് ഒട്ടിപ്പിടിച്ചോളൂ. ഈ ഫെവിക്കോൾ തേച്ചതിൻ്റെ കഴിഞ്ഞാൽ അരിക്ക് വരെ മണലാദ്യം ഇടാൻ നിൽക്കണ്ട. കാരണം നമ്മൾ പിന്നീട് ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ബ്രഷിനകത്തേക്ക് മണൽ കയറി ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ള പോർഷനുകളിൽ ഇതേ കണക്ക് തന്നെ മണൽ ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഈ മണലെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിന് മുകളിലേക്ക് ഒരു കോട്ട് ഫെവിക്കോളും കൂടെ ലൈറ്റ് ആക്കിയിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ പേൾ കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിന് മുകളിലേക്ക് അടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഈ മണലിലേക്ക് അടിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കളർ തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ പെയിന്റ് എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ബ്രഷിൽ വൈറ്റ് അക്രിലിക് കളർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബ്രഷിൽ ചെറുതായിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോഴത്തേക്ക് സ്പ്രേ ചെയ്യുന്നത് പോലെ ഈ ബോട്ടിലേക്ക് കളർ ആയിക്കോളും. വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇത് തെർമോക്കോൾ ബാളുകളാണ്. ഞാനിത് ഷോപ്പിൽ നിന്നും പ്രത്യേകിച്ച് വാങ്ങിയതൊന്നുമല്ല. ഇവിടെ കിടന്ന ഒരു തെർമോക്കോൾ പീസിൽ നിന്ന് ഇളക്കിയെടുത്തായിരിക്കുന്നതാണ്. ഈ ബോട്ടിൻ്റെ പല ഭാഗത്തായിട്ട് ഈ ബാളുകൾ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിക്കുന്നതിന് ഫെവിക്കോൾ ഉപയോഗിച്ചാൽ മതിയാവും. ഫെവി ബോണ്ടോ ഫെവി ക്വിക്കോ പോലുള്ള സ്ട്രോങ് ഗ്ലൂകളൊക്കെ ഉപയോഗിക്കുന്നത് ഈ തെർമോക്കോൾ ബാൾ ഉരുകി പോകാൻ കാരണമാണ്. ഈ തെർമോക്കോൾ ബാൾ ഉപയോഗിക്കുന്നതിന് വരെ ചെറിയ ബീഡ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ തെർമോക്കോൾ ബാളെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനിയും കുറച്ച് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് പൂർത്തിയാവും. അങ്ങനെ നമ്മുടെ ചെറിയ ബോട്ടിൽ ക്രാഫ്റ്റ് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക ക്രാഫ്റ്റ് ചെയ്ത് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടാൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ഗുഡ് ബൈ.